എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലോട്ടാണ് കിടക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ സെക്കൻഡ് യൂണിറ്റാണ് കിടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യനാച്ചുറൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ഇൻ്റലിജൻസ്, ഇമോഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് യൂണിറ്റ് 1 കണ്ടു അല്ലേ. അപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ, അപ്പം വളരെ ബുദ്ധിയുള്ള ആളാണ്, പക്ഷെ ആളുകളോട് പെരുമാറാൻ അറിയില്ല, പഠിപ്പിൽ ഒന്നാമനാണ്, പക്ഷെ ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ അറിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇവിടെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വരുന്നത്. അപ്പോൾ ഇമോഷൻസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ യൂണിറ്റ് പഠിച്ചവർക്കൊക്കെ കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ മെയിൻ കോണ്ടൻറ്റിലേക്ക് കിടക്കുകയാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നത്? നമ്മുടെ ഇമോഷൻസ് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉപയോഗിക്കാനുള്ള കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. പണ്ടൊക്കെ ആളുകൾ കരുതിയിരുന്നത് ഇമോഷൻസ് ഉണ്ടെങ്കിൽ തിങ്കിങ് ശരിയാവില്ല, ഇമോഷൻസ് ബലഹീനതയാണ്, ഇങ്ങനെയാണ്. പക്ഷെ മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത് ഇമോഷൻസ് നമ്മൾക്ക് ഇൻഫർമേഷൻ തരുവാണ്, ശരിയായി ഉപയോഗിച്ചാൽ ഇമോഷൻസ് നമ്മൾക്ക് സ്ട്രെങ്ത് ആണെന്നാണ്. ഇന്നത്തെ ലോകം VUCA വേൾഡാണ്. അതായത് വൊലൈറ്റൽ പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് മാറും, അൺസർട്ടൈൻ എന്ത് സംഭവിക്കുന്നു ഉറപ്പില്ലാത്ത, കോംപ്ലക്സ് കാര്യങ്ങൾ സിമ്പിളല്ലാത്ത, ആംബിഗസ് കൺഫ്യൂഷൻ കൂടുതലുള്ള ലോകമാണ്. ഇങ്ങനെയുള്ള ലോകത്ത് ബുക്കിലെ നോളേജിനെയാണ് IQ മാത്രം മതിയാവരില്ല. ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവർക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് കൂടുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഈ ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലാകും. ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ രൂപപ്പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കമ്പോണൻസ്, അതായത് ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ IQ വേഴ്സസ് EQ, അതായത് ഈ IQ എന്താണെന്നുള്ളതും EQ എന്താണ് തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് മനസ്സിലാക്കാം. എന്താദ്യം തന്നെ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് അശ്വിൻ്റെ ഒരു കഥ നോക്കാം കേട്ടോ. അശ്വിൻ എന്ന ഒരാളെ പരിചയപ്പെടാം നമുക്ക് ആദ്യം. അദ്ദേഹം വളരെ ബുദ്ധിയുള്ളൊരു റിസർച്ചറായിരുന്നു, വലിയ പബ്ലിക്കേഷൻസൊക്കെ ഉണ്ട്, ജോലി കാര്യത്തിൽ സൂപ്പറാണ്. പക്ഷേ ടീം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകളോട് സംസാരിക്കാൻ ഭയങ്കര അവ്വേർഡാണ്, മറ്റുള്ളവരോട് ബോർഡാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, ഫീഡ്ബാക്ക് പറയുമ്പോൾ ഹേർട്ടാകുന്നെന്ന് മനസ്സിലാവുന്നില്ല, ടീം ഡിസ്കഷനിൽ ഇറിറ്റേഷനും ഇംപേഷ്യൻസും കാണിക്കുന്നു. അദ്ദേഹം ചിന്തിക്കുന്നത് എനിക്കെല്ലാം അറിയാം, പക്ഷെ എന്താണ് എനിക്ക് പ്രോബ്ലം? ഇവിടെയാണ് IQ പ്രോബ്ലം അല്ല, പിന്നെ എന്താണ് ഇവിടെ പ്രോബ്ലം? ഇവിടെ ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രോബ്ലമാണ്. സ്വന്തം ഫീലിങ്സ് തിരിച്ചറിയാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് അശ്വിൻ്റെ സക്സസ്സിനെ തടയുന്നത്. അപ്പോൾ ഇമോഷൻസും ഇൻ്റലിജൻസും വിരുദ്ധമാണോ? പലരും കരുതുന്നത് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ വീക്കൻസ് ആണ്, അതുപോലെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷനാണ്. പക്ഷേ സയൻസ് പറയുന്നത് ഇമോഷൻ എന്താണ് പറയുന്നത്? നമുക്ക് സിഗ്നൽ തരികയാണ്, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്, ട്രസ്റ്റും റിലേഷൻഷിപ്പും ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ, അതായത് ആങ്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒബ്സ്റ്റിക്കിൾ ഉണ്ട് എന്നൊരു സിഗ്നലാണ്. ഫിയർ എന്ന് പറയുന്നത് ഡേഞ്ചർ ഉണ്ടാവാം എന്നുള്ള, കെയർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സേഫ് ആണെന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇമോഷൻസ് തിങ്കിങ്ങിനെ തടയുകയല്ല, ഇമോഷൻസ് തിങ്കിങ്ങിനെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ആദ്യം മാറ്റണം. അഡാപ്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ്, ലെവൻസൺ 1994 പറഞ്ഞത്, ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറ്റൻഷൻ മാറ്റുന്ന, ശരീരത്തെ ആക്ഷന് റെഡിയാക്കുന്ന, സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇമോഷൻസ്. ഇപ്പോൾ ഒരു നായ കുരച്ചാൽ ഹാർട്ട് ബീറ്റ് കൂടും, മസിൽസ് ടെൻസാവും, അറ്റൻഷൻ ഫുൾ അലേർട്ടാവും. ഇത് നമ്മളിതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമോഷൻ എന്നുള്ള വേർഡിന് മീനിങ് എന്താ? ഇമോഷൻ എന്ന വാക്ക് വന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള മൊവേരെ നിന്നാണ്, അതായത് ടു മൂവ് എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് നമ്മളെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആക്ഷൻ എടുക്കാൻ എനർജി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തിങ്കിങ്ങും ഇമോഷൻസും ഒരുമിച്ച് വന്നാലോ? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തിങ്കിങ് വേറെ ഇമോഷൻസ് വേറെ എന്നല്ല, പിന്നെന്താ, തിങ്കിങ്ങും ഇമോഷൻസും കയറുമ്പോഴാണ് ബെറ്റർ ഡിസിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇമോഷൻസ് തിങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, തിങ്കിങ് ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ഇമോഷൻസിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമോഷൻസ് ആർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ഇമോഷൻസ് നമുക്ക് ഡാറ്റ തരുന്നുണ്ട്. ഇമോഷൻസ് ആർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് വെറുതെ വരുന്ന ഒന്നല്ല, അത് നമുക്ക് ഇൻഫർമേഷൻസും സിഗ്നൽസും തരികയാണ്. ഇപ്പോൾ ആങ്കർ ഇവിടെ എന്തോ തെറ്റുണ്ടെന്ന സിഗ്നൽ, ഫിയർ ആണെങ്കിൽ ഇത് സേഫ് അല്ല, കെയർഫുൾ ആയിരിക്കണം എന്നുള്ള മെസ്സേജ്, ഇത് നല്ലതാണെന്ന് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് സന്തോഷം തരുന്നത്. അപ്പോൾ ഇമോഷൻ എന്ന് പറഞ്ഞാൽ
വാണിംഗ് ലൈറ്റിനെ കാർ എന്ന് പറയുന്ന പോലെയാണ്. ലൈറ്റ് ഇഗ്നോർ ചെയ്താൽ പ്രോബ്ലം വലുതാകും. രണ്ടാമത്തത് എഫക്റ്റീവ് ഡിസിഷൻ നീഡ് ഇമോഷൻസ് ആണ്. ഡിസിഷൻ മേക്കിംഗ് മസ്റ്റ് ഇൻക്ലൂഡ് ഇമോഷൻസ് എന്നാണ് പറയുന്നത്. പലരും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇമോഷൻസ് ഒഴിവാക്കണമെന്ന്. പക്ഷേ ശരിക്കുള്ള എന്താണ്, ഇമോഷൻസ് ഇല്ലാതെ ഡിസിഷൻ പൂർണ്ണതയിലെത്തൂല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജോബ് ഓഫർ കിട്ടി, നല്ല സാലറി ഉണ്ട്, പക്ഷേ ഉള്ളിൽ ഹെവി സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു. ഇമോഷൻ പറയുന്നത് എന്താണ്, ഇത് ലോങ് ടേം ആണ്, ശരിയാവൂല. അപ്പോൾ ഇമോഷനും തിങ്കിങ്ങും വൈസ് ഡിസിഷനാണ് ഉണ്ടാക്കുക. മൂന്നാമത് ഇഗ്നോറിങ് ഇമോഷൻസ് ഡസൻറ്റ് വർക്ക്, സപ്രഷൻ ഈസ് കോസ്റ്റ്ലി. ഞാൻ ഇമോഷൻസ് കണക്കില്ലെന്ന് പറഞ്ഞാൽ ഇമോഷൻസ് പോകില്ല, ഉള്ളിൽ അത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കുട്ടി അപ്സെറ്റാണ്, അത് കാര്യമില്ലെന്ന് നമ്മൾ ഇഗ്നോർ ചെയ്യും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് ആംഗ്രി ആയിട്ടും ക്രൈങ് ആയിട്ടും വിഡ്രോവൽ ആയിട്ടൊക്കെ മാറും. അപ്പോൾ ഇമോഷൻ സപ്രസ് ചെയ്യുന്നത് മെൻ്റൽ എനർജി വേസ്റ്റ് ആക്കും, സ്ട്രെസ്സ് വർദ്ധിപ്പിക്കും. വി ആർ ബാഡ് അറ്റ് ഹൈഡിങ് ഇമോഷൻസ്. മൈക്രോ എക്സ്പ്രഷൻസ് റിവീൽ ഇമോഷൻസ് എന്ന് പറയും. നമ്മൾ കരുതും എനിക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാം, പക്ഷേ റിയാലിറ്റി നമ്മുടെ കണ്ണ്, മുഖം, ബോഡി ലാംഗ്വേജ്, വോയിസ് ടോൺ എല്ലാ ഇമോഷൻസിനെ റിവീൽ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഫേക്ക് സ്മൈൽ നമുക്ക് മനസ്സിലാവും, കണ്ണ് സ്മൈൽ ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാവും, മറുവശത്തെ ആളിനത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻസ് ആർ നാച്ചുറലി ഗുഡ് ഇമോഷൻ റീഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷൻസ് ഗൈഡ് അറ്റൻഷനാണ് അഞ്ചാമത്തത്. ഇമോഷൻ ഷിഫ്റ്റ് ഫോക്കസ് എന്ന് പറയും. അതായത് ഇമോഷൻസ് വരുമ്പോൾ ബ്രെയിന് നമ്മുടെ ശ്രദ്ധ മാറ്റുന്നു. ഫിയർ ഡേഞ്ചറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, ആങ്കർ ആണെങ്കിൽ ഒബ്സ്റ്റക്കിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, ലവ് ആണെങ്കിൽ കണക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഓഫ് അറ്റൻഷനാണ്. ഇമോഷൻസ് ആർ ഷോർട്ട് ലൈവ്ഡ് ആണ് ഇഫ് ഹാൻഡിൽഡ്. ആറാമത്തത് ഇമോഷൻസ് പറഞ്ഞാൽ ടെമ്പററി ആണെന്നാണ് പറയുന്നത്. അതായത് ഇമോഷൻസ് തന്നെ പ്രോബ്ലം അല്ല, ഇമോഷൻ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് പ്രോബ്ലമാണ്. അതായത് ആങ്കർ വന്നാൽ അതിൽ നോർമലാണ്, പക്ഷേ ആങ്കർ ഹോൾഡ് ചെയ്ത് റിവെഞ്ച് പ്ലാൻ ചെയ്താൽ അത് പ്രോബ്ലമാണ്. അപ്പോൾ ഇമോഷൻ ഫ്ലോ ചെയ്യാൻ അനുവദിച്ചാൽ അത് പോകും. ഏഴാമത്തത് ഇമോഷൻ ഹെൽപ്പ് സർവൈവലാണ്. അഡാപ്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ് ആണത്. ഇമോഷൻസ് നമ്മൾ സർവൈവ് ചെയ്യാൻ ഇവോൾവ് ആയതാണ്. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ പേടി വരുമ്പോൾ ആക്സിഡൻറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യും, ഡിസ്ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ സ്പോയിൽ ഫുഡ് അവോയ്ഡ് ചെയ്യും, ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ബോണ്ടിങ്ങും കോപ്പറേഷനും കൂടും. അപ്പോൾ ഇമോഷൻസ് പറഞ്ഞാൽ സർവൈവൽ ടൂളാണ്. എട്ടാമത്തേത് ഇമോഷൻസ് ആർ യൂണിവേഴ്സൽ ബട്ട് എക്സ്പ്രഷൻ ഡിഫേഴ്സ് എന്നാണ്. ഇമോഷൻസ് യൂണിവേഴ്സലാണ്, പക്ഷേ എക്സ്പ്രഷൻ കൾച്ചറാണ്. പേടി, ആംഗ്രി, സന്തോഷം എല്ലായിടത്തും സെയിം ആയിരിക്കും, പക്ഷെ കാണിക്കുന്ന രീതി കൾച്ചർ അനുസരിച്ച് മാറും. ചിലയിടത്ത് ക്രൈയിങ് നോർമലാണ്, ചിലയിടത്ത് ക്രൈയിങ് എന്ന് പറയുന്നത് വീക്ക്നെസ് ആയിട്ട് മാറും, അവളുടെ ദൗർബല്യമായിട്ട് മാറും. അപ്പോൾ ഇമോഷൻസ് ക്യാൻ ബി മാനേജ് നോട്ട് കൺട്രോൾഡ് എന്നാണ് ഒമ്പതാമത്തത്. അതായത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും. ദേഷ്യം വരുമ്പോൾ നമുക്ക് അടിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നിർത്തി ശ്വാസമൊക്കെ എടുത്ത് ഒന്ന് പോസ് ചെയ്ത് പിന്നീട് സംസാരിച്ച് ആ ദേഷ്യം കുറച്ച് സംസാരിച്ച് ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ബന്ധം തന്നെ ഇല്ലാണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് കാമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കതിന് പരിഹാരം കിട്ടും. അപ്പോൾ ഇമോഷൻ സ്റ്റിക്ഫുള്ളി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷൻസും തിങ്കിങ്ങും എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷൻസ് മാത്രം ഇമ്പൾസീവാണ്, തിങ്കിങ് മാത്രം കോൾഡാണ്. രണ്ടും ബാലൻസ് ചെയ്താലേ ഇമോഷണൽ ഇൻ്റലിജൻസ് വരുള്ളൂ. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഗീവ് ഇൻഫോർമേഷൻ. ഇമോഷൻസ് ആർ എസെൻഷ്യൽ ഫോർ ഡിസിഷൻ മേക്കിംഗ്. സപ്രസിങ് ഇമോഷൻ ഇൻക്രീസ് സ്ട്രെസ്. Emotions are hard to hide. Emotions guide attention. Emotions are adaptive and survival oriented. Emotions can be managed, not eliminated. അങ്ങനെ 9 പ്രിൻസിപ്പിൾസാണ് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് നമ്മുടെ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? പിന്നെ പറയുന്നത് ഇമോഷൻ ഓഫ് ഇൻ്റലിജൻസിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഗോൾമാൻ 1998 പറയുന്നത് റെക്കഗ്നൈസിങ് അവർ ഓൺ ഫീലിങ്സ് ആൻഡ് അതേഴ്സ് ഫീലിംഗ്, മോട്ടിവേറ്റിംഗ് അവർ സെൽഫ്സ് ആൻഡ് മാനേജിങ് ഇമോഷൻസ് വെൽ ഇൻ അവർ സെൽഫ്സ് ആർ റിലേഷൻഷിപ്പ്. സ്വന്തം ഇമോഷൻസ് മറ്റുള്ളവരുടെ ഇമോഷൻസും റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾമാൻ 1998 പറഞ്ഞത്. ബാറോൺ 2002 പറഞ്ഞത് സ്ട്രെസ്സും പ്രഷറും ചലഞ്ചും കോപ്പ് ചെയ്യാനുള്ള ഇമോഷണൽ സ്കിൽസാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സൊലോവൻ മയർ 1990 പറഞ്ഞത് ഇമോഷൻസ് ഒബ്സർവ് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, തിങ്കിങ്ങും ആക്ഷൻസും ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ്. മേയർ ആൻഡ് സെലോവെ ക്രിസ് 2004 പറഞ്ഞത് ഇമോഷൻസ് മനസ്സിലാക്കുക, ഇമോഷൻസ് യൂസ് ടു എൻഹാൻസ് തിങ്കിങ്, ഇമോഷൻസ് റെഗുലേറ്റ് ടു ഗ്രോത്ത് ഫോർ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ IQ EQ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
IQ എന്ന് പറഞ്ഞാൽ കൊഗ്നേറ്റീവ് ഇൻ്റലിജൻസ് ആണ്, നമ്മുടെ തിങ്കിങ് ഫീലിംഗ് അതിൻ്റെ ഇൻ്റലിജൻസ് ആണ്. EQ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസിനെയാണ് പറയുന്നത്. IQ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഫിക്സ്ഡ് ആയിരിക്കും. ഇത്ര മുതൽ ഇത്ര വരെയുള്ളത് ഇത്ര IQ ഉള്ളവർ നല്ല ഹൈ IQ ഉള്ളവരാണ്, ഇത്ര IQ ഉള്ളവർ ലോ IQ ഉള്ളവർ, ഇത്ര IQ ഉള്ളവർ മിഡിൽ IQ, അങ്ങനെ ഫിക്സ്ഡ് ആണ്. EQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. മറ്റേ നമുക്ക് ജന്മനാ കിട്ടുന്നതാണെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാം. IQയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത എക്സാം മാർക്കുകൾ ഇങ്ങനെയുള്ളതൊക്കെയാണ്. EQയിൽ നമ്മുടെ ജീവിത രീതികളാണ്, ലൈഫ് സ്കില്ലുകളാണ് നമ്മൾ നോക്കുക. ബുക്ക് സ്മാർട്ടാണ് IQ ഹൈ ആണെങ്കിൽ, EQ ആണെങ്കിൽ സ്ട്രെയിറ്റ് സ്മാർട്ടാണെന്ന് പറയും. അപ്പോൾ IQ എന്ന് പറഞ്ഞാൽ ഹൗ സ്മാർട്ട് യു ആർ, എത്രത്തോളം നമ്മൾ സ്മാർട്ടാണ്. EQ എന്ന് പറഞ്ഞാൽ ഹൗ വൈസ്ലി യു ലീവ് വിത്ത് പീപ്പിൾ, മറ്റുള്ളവരുമായിട്ട് എത്ര ബുദ്ധിപരമായിട്ട് നമ്മൾ ജീവിക്കും എന്നുള്ളതാണ് EQ കാണിച്ചു തരുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റിയും IQ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ട്രെയിനിങ്ങിലൂടെയും അവയർനെസ് വഴിയൊക്കെ. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇസ് ആൻഡ് ഇസ് നോട്ട് എന്നാണ്. EIEC എന്ന് പറഞ്ഞാൽ സെൽഫ് അവെയർനെസ്സും ഇമോഷണൽ മാനേജ്മെൻറ്റും സോഷ്യൽ അവെയർനെസ്സും റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും സയൻറ്റിഫിക് കോൺസെപ്റ്റുമാണ് എന്നാണ്. EI എന്താക്കില്ല, അല്ല ഇമോഷൻ സപ്രസ് ചെയ്യാൻ പാടില്ല, ഇമോഷൻ കൺട്രോൾ ഇല്ലാതെ പോകുന്നത് തെറ്റാണ്. ഫിക്സ്ഡ് ട്രേറ്റ് ഇമോഷൻ ഇൻ്റലിജൻസിനില്ല. അക്കാഡമിക് ഇൻ്റലിജൻസ് ഇൻഡിക്കേറ്റർ അല്ല ഇമോഷണൽ ഇൻ്റലിജൻസ്. കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യൽ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ല. ലൈഫ് സക്സസ് ഗ്യാരണ്ടി ഇല്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ സ്ട്രെയിറ്റ് സ്മാർട്ട്നെസ് ആണ്, കോമൺ സെൻസ് ആണ്. നമ്മൾ പഠിപ്പിൽ ആവറേജ് ആയാലും ആളുകളെ മനസ്സിലാക്കാൻ അറിയുന്നവർ, ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവർ ജീവിതത്തിൽ മുന്നോട്ട് പോകും. അരിസ്റ്റോൾ കോട്ട് പറഞ്ഞത് എന്നാണ്, ദേഷ്യം വരുന്നത് എളുപ്പമാണ്, പക്ഷേ ശരിയായ ആളോട് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ദേഷ്യം കാണിക്കുക അതെല്ലാവർക്കും പറ്റണമെന്നില്ല. അതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷൻ ഒഴിവാക്കേണ്ട ഒന്നല്ല, ശരിയായി ഉപയോഗിക്കേണ്ട ഒരു ശക്തിയാണ്. ക്ലിയർ ആണോ? അടുത്തത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എവിടെ നിന്നാണ് വന്നത്? ആദ്യം ഞാനൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ, പഠിപ്പിൽ ബ്രില്യൻറ്റ്, എക്സാം ടോപ്പർ, പക്ഷെ ആളുകളോട് പെരുമാറാൻ അറിയില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, ഇൻ്റലിജൻസ് എന്നത് പഠിപ്പ് മാത്രമാണോ? ഇതാണ് സൈക്കോളജിസ്റ്റ് ചോദിച്ചൊരു ചോദ്യം. അവിടെ നിന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് EI എന്ന കോൺസെപ്റ്റ് സ്ലോലി രൂപപ്പെട്ടത്. ടൊറൻഡെക് 1920 സോഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ടൊറൻഡെക് എന്ന സൈക്കോളജിസ്റ്റ് ആദ്യമായി പറഞ്ഞു ഇൻ്റലിജൻസ് 3 ടൈപ്പാണ്. ഒന്ന് അബ്സ്ട്രാക്ട് വെർബൽ ഇൻ്റലിജൻസ്, റീഡിങ്ങും റൈറ്റിങ്ങും എക്സാംസ്, ഇതാണ് സാധാരണ IQ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് മെക്കാനിക്കൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻസ് ഹാൻഡിൽ ചെയ്യാൻ, ഡ്രോയിങ്, ഫിക്സിങ്, പെർഫോമൻസ് സ്കില്ല് ഇങ്ങനെയുള്ളത്. മൂന്നാമത്തത് സോഷ്യൽ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, ആളുകളെ മനസ്സിലാക്കാൻ കഴിയുക, റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുക, സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ തന്നെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. ആളുകൾ സ്കിൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് ആദ്യ വ്യക്തി ടൊറൻഡെക്കാണ്. ഹൊവാർഡ് ഗാർഡ്നർ 1983 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തു. ഗാർഡനർ പറഞ്ഞു ഇൻ്റലിജൻസ് ഒറ്റതല്ല, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് 8 ടൈപ്സ് ആണ്. ഒന്ന് മ്യൂസിക്കൽ, അതായത് റിതമിക്, വിഷ്വൽ സ്പേഷ്യൽ, വെർബൽ ലിംഗ്വിസ്റ്റിക്, ബോഡി കിനസ്തെറ്റിക്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും നാച്ചുറലിസ്റ്റിക്കും. ഇത് EIയുമായി ഡയറക്റ്റ് റിലേറ്റ് ആയതാണ്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാൽ സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കുക, എനിക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തതാണെന്ന് പലരുടെയും താഴ്ചയ്ക്ക് കാരണം. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, എമ്പതി, റിലേഷൻഷിപ്പ് സ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത്. ഗാർഡനർ പറയുന്നത് ആക്സസ് ടു വൺസ് ഓൺ ഫീലിംഗ് ലൈഫ് എന്നാണ്. സ്വന്തം ഫീലിംഗ് ലൈഫിൽ ഡീപ്ലി അറിയുന്നവരാണ് ഇമോഷണലി സ്ട്രോങ് എന്നാണ് പറയുന്നത്. സ്റ്റെൻബാക്ക് 1985 പറഞ്ഞത്, സ്റ്റെൻബാക്ക് പറഞ്ഞു ഇൻ്റലിജൻസ് 3 ടൈപ്പാണെന്ന് പറഞ്ഞത്. അനലിറ്റിക്കൽ ഇൻ്റലിജൻസും ക്രിയേറ്റീവ് ഇൻ്റലിജൻസും പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും. അതായത് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സെൻസ്, സ്ട്രീറ്റ് സ്മാർട്ട്നെസ്, ഇതും ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ടൊറൻഡെക് സോഷ്യൽ ഇൻ്റലിജൻസും, ഗാർഡ്നർ എന്ന് പറഞ്ഞാൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും, സ്റ്റെൻബാഗ് പറഞ്ഞത് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസുമാണ്. ഇതെല്ലാം ചേർന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന കോൺസെപ്റ്റ് പതുക്കെ വളർന്നത്. സലോവെ ആൻഡ് മേയർ 1990 ടേം ഇമോഷണൽ ഇൻ്റലിജൻസിന് പറഞ്ഞത്
അദ്ദേഹം പറഞ്ഞത് എന്താണ്, ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് സോൾവ് മൈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. അതായത് ഇമോഷൻസ് നോട്ടീസ് ചെയ്യുക, ഇമോഷൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇമോഷൻസ് യൂസ് ചെയ്ത് തിങ്കിങ്ങിനെയും ആക്ഷൻസിനെയും ഗൈഡ് ചെയ്യുക. ഇമോഷൻസും തിങ്കിങ്ങും ഒരുമിച്ച് വരുമ്പോഴാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആവുന്നത്. പിന്നീട് 2004 ഡെഫിനിഷൻ എക്സ്പാൻഡ് ചെയ്തു. ഡാനിയൽ ഗോൾമാൻ 1995 ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് പോപ്പുലർ ആക്കിയത്, EI വേൾഡ് ഫേമസ് ആക്കിയത് ഡാനിയൽ ഗോൾമാൻ ആണ്. അദ്ദേഹം പറഞ്ഞു, ഹൈ IQ പീപ്പിൾ വിൻ ഓൺലി 20% ഓഫ് ദി ടൈം, ആവറേജ് IQ പ്ലസ് ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് പീപ്പിൾ വിൻ 70% ഓഫ് ദി ടൈമിൽ ജോബ് സക്സസ്സും ലീഡർഷിപ്പും റിലേഷൻഷിപ്പും ഒക്കെ വളരും. എല്ലാം ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഇനി ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കമ്പോണൻസ് ആണ്, 4 കണക്റ്റഡ് സ്കിൽസ് ആണ് പറയുന്നത്. ഒന്ന്, പെർസീവിങ് ഇമോഷൻസ്. ആദ്യം ചെയ്യേണ്ടത് ഇമോഷൻ വരുന്നു എന്ന് നോട്ടീസ് ചെയ്യുക, അതിന് പേര് കൊടുക്കുക. ഇപ്പോൾ സ്റ്റൊമക്കിൽ ബട്ടർഫ്ലൈസ്, ഇത് നെർവ്നെസ് ആൻസൈറ്റി ആണ്. മറ്റൊരു മുഖം ചുളിക്കുന്നു, കണ്ണ് താഴേക്ക് വരുന്നു, ബോഡി ലാംഗ്വേജ് മാറുന്നു, ഇത് അപ്സെറ്റ് ആണെന്ന് തിരിച്ചറിയുക. ഇമോഷൻ റെക്കഗ്നൈസ് ചെയ്യാതെ നമുക്കൊരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത്, അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്. വൈ ഐ എം ഫീലിംഗ് ദിസ്. ഇമോഷൻ വന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കുക. ഫ്രണ്ടിനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു, അതിന് കാരണം എന്താണ്, അൺഫെയർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ്. അതാദ്യം കാര്യം നമ്മൾ മനസ്സിലാക്കുക. മറ്റേതെന്താണ്, സിബിലിംഗ് സൈലൻസ് ആണ്, ഇൻട്രാക്ഷൻസ് കുറവാണ്, അപ്പോൾ ദുഃഖവും ഡിസപ്പോയിൻമെൻറ്റും വന്നു. അപ്പോൾ ഇമോഷൻസ് ഒരു മെസ്സേജാണ്. ഇമോഷണലി ഇൻ്റലിജൻറ്റ് പീപ്പിളിന് ആ ഒരു മെസ്സേജ് വായിക്കാൻ പറ്റും. മൂന്നാമത്തത് മാനേജിങ് ഇമോഷൻസ് ആണ്. അതായത് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുക, ഇമോഷൻസ് നോട്ടീസ് ചെയ്ത് അതിനർത്ഥം മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പ് എന്താണ്, സ്വയം ദേഷ്യം വരികയാണെങ്കിൽ ഡീപ്പ് ബ്രീത്ത് എടുത്ത് കൺട്രോൾ ചെയ്യുക, സങ്കടം വരികയാണെങ്കിൽ ഫ്രണ്ടിനെ വിളിക്കുക, സ്ട്രെസ്സ് വരികയാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുക, നടക്കുക. മറ്റെന്താണ്, ആംഗ്രി ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ അപ്പോളജൈസ് ചെയ്യുക, സാഡ് സിബിലിംഗ് ആണെങ്കിൽ നമ്മൾ കേൾക്കുക. മാനേജ് എന്ന് പറഞ്ഞാൽ സപ്രസ് അല്ല, മാനേജ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി എക്സ്പ്രഷനാണ്. പിന്നെ യൂസിങ് ഇമോഷൻസ് അവോയ്ഡ് ചെയ്യാനുള്ളതല്ല, ഇമോഷൻസ് നമ്മൾ യൂസ് ചെയ്യണം വേണ്ടേ. പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ആണെങ്കിൽ എക്സൈറ്റ്മെൻറ്റായി ചാനലൈസ് ചെയ്യുക, ഇൻജസ്റ്റിസ് ആങ്കർ ആണെങ്കിൽ റൈറ്റ് ഫൈറ്റ് ചെയ്യാൻ എനർജി കൊടുക്കുക. ഇമോഷൻസ് ആണ് ഒരു ഫ്യൂളാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഫ്യൂൾ കറക്റ്റ്ലി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെർസീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഫീൽ ചെയ്തു, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, മാനേജ് എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യും, യൂസിങ് എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇമോഷൻസ് വന്നാൽ ഫൈറ്റ് ചെയ്യേണ്ട, ഇമോഷൻസ് എന്ന് പറയുന്നത് കേൾക്കുക. ഓക്കെ, ഇനി സ്റ്റോറി പോലെ പറഞ്ഞുതരാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ചിന്തിക്കും. ക്ലാസ്സിലൊരാളുണ്ട്, പേര് നമുക്ക് അനൂപ് എന്ന് വിളിക്കാം. അനൂപ് പഠിപ്പിൽ വളരെ ബ്രില്യൻ്റ് ആണ്, മാത്സും സയൻസും എല്ലാം ടോപ്പ് മാർക്കാണ്. ടീച്ചേഴ്സ് എല്ലാവരും പറയും ഇവൻ വലിയ ബുദ്ധിയുള്ള കുട്ടിയാണെന്ന്. പക്ഷേ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, ചെറിയ കാര്യത്തിന് അപ്സെറ്റാണ്, ടീം വർക്ക് വരുമ്പോൾ കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ ടീച്ചേഴ്സിന് തന്നെ ഡൗട്ട്, ഇവൻ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം വന്നത്, ഇൻ്റലിജൻസ് എന്ന പഠിപ്പ് മാത്രമാണോ എന്ന്. ഈ ചോദ്യം തന്നെയാണ് പണ്ട് കാലത്തെ സൈക്കോളജിസ്റ്റ് ചോദിച്ചതും. അവിടെ നിന്നാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന കോൺസെപ്റ്റ് പതിയെ വളരുന്നത്. തോർണ്ടെക് 1920 സോഷ്യൽ ഇൻ്റലിജൻസ്, 1920 തോർണ്ടെക് എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഇൻ്റലിജൻസ് ഒറ്റതല്ല, അതിന് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് അബ്സ്ട്രാക്ട് വെർബൽ ഇൻ്റലിജൻസ്, ഇതാണ് നമ്മൾ സാധാരണ അറിയുന്ന IQ, റീഡിങ്ങും റൈറ്റിങ്ങും എക്സാമും. രണ്ടാമത്തത് മെക്കാനിക്കൽ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻസ് ഹാൻഡിൽ ചെയ്യാൻ, ഡ്രോയിങ്ങിനും ഫിക്സിങ്ങിനും പെർഫോമൻസ് സ്കില്ലിനും. മൂന്നാമത്തെ സോഷ്യൽ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, ആളുകളെ മനസ്സിലാക്കാൻ കഴിയുക, റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുക, സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ടേക്ക് പറഞ്ഞത് വലിയ കാര്യമായിരുന്നു, പീപ്പിൾ സ്കില്ല് ഓൾസോ മാറ്റർ ആണ്. ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഫസ്റ്റ് വിത്ത് എന്ന് പറയുന്നത്. ഹോവാർഡ് ഗാർട്ട്നർ പറഞ്ഞത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പിന്നീട് ഒന്നതല്ല, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ 8 തരത്തിലുള്ള 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസും ഒന്ന് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസും. ഇൻട്രാ പേഴ്സണൽ പറഞ്ഞാൽ സ്വന്തം ഫീലിംഗ് മനസ്സിലാക്കാനുള്ള കഴിവും, ഇൻ്റർ പേഴ്സണൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീല് മനസ്സിലാക്കാനുള്ള കഴിവും. സ്റ്റൺബാഗ് ഒരു പ്രാക്ടിക്കലായിട്ടാണ് ഇതിനെ ചിന്തിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇത് 3 ടൈപ്പാണ്. ഒന്ന് അനലിറ്റിക് ഇൻ്റലിജൻസ് ആണ്, അതായത് ബുക്കിൽ സ്മാർട്ടായിരിക്കും. 2 ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആണ്, പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാവും. പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ആണ്, റിയൽ ലൈഫിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പാർട്ട് തന്നെയാണ് ഇതും, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്നത്. ഓക്കെ, അങ്ങനെ സലോവ മേയറും ഇമോഷണൽ ഇൻ്റലിജൻസ് അവർ പറഞ്ഞത് സിമ്പിളാണ്. ഇമോഷൻസ് നോട്ടീസ് ചെയ്യുക, ഇമോഷൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇമോഷൻസ് യൂസ് ചെയ്ത് തിങ്കിങ്ങും ആക്ഷൻസും ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ആ ഒരു 3 തിയറികൾ പറയുന്നുണ്ട്, അതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് ഇൻ്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്, IQയും EQയും തമ്മിലുള്ള ഒരു ബന്ധം. നമുക്കൊരു സീൻ പറയാം. ഒരു സ്കൂളിൽ 2 കുട്ടികളുണ്ടെന്ന് വെക്കാം.
ഒരാൾ രാഹുലും മറ്റൊരാൾ അനിലും. രാഹുൽ പഠിപ്പിൽ ബ്രില്യൻ്റ് ആണ്. എക്സാമിൽ ഹൈ മാർക്ക് വാങ്ങുന്ന കുട്ടി. ക്വസ്റ്റ്യൻസ് എല്ലാം വേഗം സോൾവ് ചെയ്യും. എന്നാൽ അനിൽ മാർക്ക് ആവറേജ് ആണ്, പക്ഷെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറും. ടീം വർക്കിൽ ലീഡർ പോലെ ഫ്രണ്ട്സിൻ്റെ ഫീലിംഗ് ഒക്കെ മനസ്സിലാക്കും. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാഹുൽ ജോബിൽ സ്ട്രെസ്സും കോൺഫ്ലിക്ട്സും ഇറിറ്റേഷനും പ്രൊമോഷൻ ഡിലേ ഒക്കെ ഉണ്ടായി. എന്നാൽ അനിൽ ടീം ലീഡറായി. ആളുകളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. വർക്കൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയി. അപ്പോൾ ഒരു ചോദ്യം വരും, ബുദ്ധി ഒരാൾക്കേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ട് റിസൾട്ട് മാറി? ഇവിടെയാണ് ഐക്യുവും ഇക്യുവും വരുന്നത്. ഇൻ്റലിജൻസ് ഐക്യു എന്നത് എന്ത്? നമ്മൾ സാധാരണ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ് മനസ്സിൽ വരുന്നത്. എക്സാമിൽ നല്ല മാർക്ക് കിട്ടുക, മെമ്മറി നല്ല അടിപൊളി മെമ്മറി ആവുക, ഒരു കാര്യം പെട്ടെന്ന് റീസൺ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ വെസ്ലർ 1958 പറഞ്ഞ ഡെഫിനിഷൻ എന്താ ഇൻ്റലിജൻസിനെ കുറിച്ച്? പെർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യാനുള്ള കഴിവും റാഷണലായി തിങ്ക് ചെയ്യാനുള്ള കഴിവും എൻവോൺമെൻറ്റിനോട് ഡീല് ചെയ്യാനുള്ള കഴിവുമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എൻവോൺമെൻറ്റിനോട് ഡീല് ചെയ്യൽ ഇമോഷൻ ഇല്ലാതെ നമുക്ക് പോസിബിൾ അല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഹയസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ജനറൽ ഇൻ്റലിജൻസിൻ്റെ ഹയസ്റ്റ് ലെവൽ കൊഗ്നിറ്റീവ് എബിലിറ്റിയാണ്, അതായത് ജനറൽ ഇൻ്റലിജൻസ്. ഇത് രണ്ട് ടൈപ്പാണ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും പുതിയ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യലൊക്കെയാണ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മുടെ നോളേജ്, മെമ്മറി, ഫാക്ട് സ്റ്റോർഡ് അങ്ങനെയുള്ളത്. ഇപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ആണെന്ന് കരുതുക നമ്മൾ. ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മുടെ പ്രൊസസ്സർ, നമ്മുടെ ചിപ്പ്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് പറഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഐക്യു എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പവറാണെങ്കിൽ, പക്ഷേ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ യൂസറിന് സെൻസ് വേണം, അതാണ് ഇക്യു. മനസ്സിലായോ? അപ്പോൾ സ്റ്റെൻബാഗ് 1997 പറഞ്ഞത് ഇൻ്റലിജൻസ് ആൻഡ് എൻവോൺമെൻറ്റിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എൻവോൺമെൻറ്റിനെ അഡോപ്റ്റ് ചെയ്യാനാണ് ആവശ്യമെങ്കിൽ എൻവോൺമെൻറ്റ് ചേഞ്ച് ചെയ്യാനും പറ്റണം. പിന്നീട് വെസ്ലർ തന്നെ പറഞ്ഞു സെയിം ഐക്യു ഉള്ളവർക്കും എൻവോൺമെൻറ്റ് കോപ്പ് ചെയ്യുന്നതിൽ ഹ്യൂജ് ഡിഫറൻസ് കാണാം. അതെന്തുകൊണ്ടാണ്? ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവരും അറിയാത്തവരുമാണ് അവർ. അപ്പോൾ ഐക്യു സെയിം ആയിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഒരേ ബുദ്ധി ആവണമെന്നില്ല. ഇക്യുക്ക് അവിടെ വലിയ പങ്കുണ്ട്. ഇക്യും കൂടെ ഹൈ ആയാലേ ആ ഒരു വ്യക്തി വിജയത്തിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് 1995 ഡാലിയൻ ഗോൾമാൻ പറഞ്ഞു ലോകം ശ്രദ്ധിച്ചത് ഇമോഷണൽ ഇൻ്റലിജൻസ് ക്യാൻ ബി പവർഫുൾ, സംടൈംസ് മോർ പവർഫുൾ ദാൻ ഐക്യു. ഐക്യുവിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സ്മാർട്ടായിട്ടുള്ള ജനങ്ങളെല്ലാം മോസ്റ്റ് സക്സസ്ഫുൾ ആകണമെന്നില്ല. കാരണം ഇമോഷൻസ് മാനേജ് ചെയ്തില്ലെങ്കിലും റിലേഷൻഷിപ്പ് ഫെയിലാണെങ്കിലും സ്ട്രെസ് കൺട്രോൾ ഇല്ലെങ്കിലും ഇക്യു ഇമോഷണൽ ക്വോഷ്യൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഐക്യും ഇക്യും സിമ്പിൾ ഡിഫറൻസ് ആണ്. ഐക്യു എന്ന് പറഞ്ഞാൽ അക്കാഡമിക് സക്സസ് പ്രെഡിക്റ്റ് ചെയ്യും, എക്സാമും ഡിഗ്രിയും ലേണിംഗ് സ്പീഡും ഒക്കെ. ഇക്യു എന്ന് പറഞ്ഞാൽ ലൈഫ് സക്സസ് പ്രെഡിക്റ്റ് ചെയ്യും, റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹൈ ഐക്യു ഉള്ളവർ ഹൈ ഇക്യു ഉണ്ടാവണം എന്നില്ല. ഹൈ ഇക്യു ആവറേജ് ഐക്യു ഉണ്ടെങ്കിൽ ഹൈ സക്സസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ചർ എന്താ പറയുന്നത്? മൗണ്ട് 2006 പറഞ്ഞത് ബിസിനസ് പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ ഇക്യു ആണ് കൂടുതൽ വേണ്ടത് ഐക്യുവിനേക്കാളും, ട്വൈസ് പവർഫുൾ ആണെന്നാണ് പറയുന്നത്. മറ്റുള്ള പഠനത്തിൽ ക്ലർക്ക് 2010 ഗോഡ്സ് ആൻഡ് തിങ്ജൻ 2010 എല്ലാം സെയിം കൺക്ലൂഷൻ, ഐക്യു അലോൺ ഈസ് നോട്ട് ഇനഫ് എന്നാണ് എല്ലാത്തിലും ഒരേപോലെ പറയുന്നത്. അപ്പോൾ ഐക്യുവും ഇക്യുവും ഒരുമിച്ചാണ് മോഡേൺ വ്യൂ വരുന്നത്. ഇപ്പോൾ റിസർച്ചർ പറയുന്നത് ഐക്യു ആൻഡ് ഇക്യു ടുഗദർ വർക്ക് ചെയ്യുന്നു, ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കിഡ്വെൽ അറ്റോൾ 2011 അഗ്നോളി അറ്റോൾ 2012 സോഷ്യൽ ജോബും ടീം വർക്കും കസ്റ്റമർ സർവീസും ഇവിടെയൊക്കെ ഐക്യും ഇക്യും ബസ് പെർഫോമൻസ് ആണ്. ഐക്യും ഇക്യും കൂടെ കൂടുമ്പോഴാണ് ബസ് പെർഫോമൻസ് വരുന്നത്. ത്രഷോൾഡ് കമ്പറ്റൻസ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഐക്യു എന്ന് പറഞ്ഞാൽ എൻട്രി ടിക്കറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് എൻട്രൻസ് എക്സാമിൽ, ഡിഗ്രിയിൽ, ജോബ് സെലക്ഷനിൽ ഇവിടെയാണ് ഐക്യു വർക്ക് ചെയ്യുന്നത്. പക്ഷേ ജോബിൽ സക്സസ് വേണമെങ്കിൽ പ്രൊമോഷനും ലീഡർഷിപ്പും റെസ്പെക്റ്റൊക്കെ വേണം. ഇതൊക്കെയാണ് ഇക്യു ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഐക്യു എന്ന് പറഞ്ഞാൽ മിനിമം റിക്വയർമെൻറ്റ് മാത്രമാണ്, ഇക്യു ആണ് നമ്മുടെ ഗ്രോത്ത് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഗോൾമാൻ പറഞ്ഞു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ മതി വരില്ല, അതിൽ നിന്ന് ഇമോഷണൽ കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യണം. ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ലേൺഡ് സ്കിൽഡ് ബേസ്ഡ് ഓൺ ഇഐ ആണ്. അതായത് എമ്പതി ലേൺ ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യണം, സെൽഫ് കൺട്രോൾ വേണം. അപ്പോൾ ഗോൾമാൻസിൻ്റെ 5 ഇമോഷണൽ കോമ്പിറ്റൻസി പറയുന്നുണ്ട്. സെൽഫ് അവെയർനെസ്, എനിക്കെന്ത് ഫീൽ ചെയ്യുന്നു. സെൽഫ് റെഗുലേഷൻ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, എക്സ്പ്ലോഡ് ചെയ്യാതെ. മോട്ടിവേഷൻ, സെറ്റ് ബാക്ക് വന്നാലും കണ്ടിന്യൂ ചെയ്യുക. എമ്പതി, മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കുക.
സോഷ്യൽ സ്കിൽ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ബെനിഫിറ്റ് എന്താണ്? EQ ഉള്ള ഒരാൾ ഇമോഷൻ സപ്രസ് ചെയ്യൂല, ഇമോഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മറ്റുള്ളവരുടെയും സ്വന്തവും ഡീപ്ലി മനസ്സിലാക്കും. അപ്പോൾ EQ ഉണ്ടെങ്കിൽ നമുക്ക് എമ്പതി കൂടും, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാം, കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാം, ലൈഫും കരിയറും സക്സസ്സിലെത്തിക്കാം. അപ്പോൾ IQ എന്ന് പറയുന്നത് ബ്രെയിൻ പവറും EQ എന്ന് പറഞ്ഞാൽ ലൈഫ് പവറുമാണ്. അപ്പോൾ IQ പഠിപ്പിൽ ഹെൽപ്പ് ചെയ്യും, EQ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യും. IQ ഡോറ് തുറക്കുമെങ്കിൽ EQ ഡോറിൻ്റെ അകത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ബുദ്ധി നമ്മളെ പഠിപ്പിക്കും, ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ ഇമോഷൻസ് നമ്മളെ പഠിപ്പിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. വളരെ നല്ലൊരു യൂണിറ്റ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അതിൻ്റെ നോട്ട്സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും തേർഡ് ഇയറിനും നമ്മൾ റെഗുലർ ക്ലാസ്സുകളും എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളും അസൈൻമെൻറ്റിന് ഫുൾ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് പ്രോഗ്രാമാണെങ്കിലും ആർക്ക് വേണമെങ്കിലും റിട്ടേൺ അല്ലെങ്കിൽ PDF ആയിട്ടും അസൈൻമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസൈൻമെൻറ്റ് എഴുതാനുള്ള പേപ്പേഴ്സും ഫുൾ സെറ്റാക്കിയിട്ട് നമ്മൾ കിറ്റ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അതുവരേക്കും മിസ്റ്റർ സാമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.